ജിബിൻ, കേരള കോൺഗ്രസിലെ അസ്വാരസ്യമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. പ്രത്യേകിച്ച് പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിയും പാർട്ടിയിലെ നേതാവും മന്ത്രിയുമായ റോഷി അഗസ്റ്റിനും തമ്മിലുള്ള വിഷയങ്ങളാണ് ചർച്ചയാകുന്നത്. അതായത് ജോസ് പാലായി മത്സരിക്കണമെന്ന് റോഷി പറയുമ്പോൾ ജോസിനത് താല്പര്യമില്ലാത്ത രീതിയിൽ ജോസ് പെരുമാറുന്നു. ഇത് വാർത്താ തലക്കെട്ടുകളിലൊക്കെ നിറയുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതായത് ഇപ്പം ദീപ് പറഞ്ഞ പോലുള്ള ഒരു സാഹചര്യം കേരള കോൺഗ്രസ് എമ്മിലുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ്, സ്ഥാനാർത്ഥി പ്രഖ്യാപനം അടക്കം വരാനിരിക്കുന്ന ഘട്ടത്തിലാണ് കേരള കോൺഗ്രസ് എമ്മിൽ ഈ തർക്കം പ്രത്യക്ഷത്തിൽ പോലും ഉള്ളത്. പരോക്ഷമായിട്ട് നേരത്തെ തൊട്ട് തന്നെ ഈ തർക്കം ആഭ്യന്തരമായിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അത് മറന്നേക്ക് പുറത്ത് വന്നതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ 2021 തെരഞ്ഞെടുപ്പിൽ മാണി സി കാപ്പനോട് ജോസ് കെ മാണി പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അതിനുശേഷം ജോസ് കെ മാണിക്ക് വലിയൊരു തിരിച്ചടി പാലായിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ട്. ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം കേരള കോൺഗ്രസ് പാലായിൽ നിന്ന് തിരിച്ചടി നേരിട്ടിട്ടുണ്ട്. കാരണം സ്വന്തം പഞ്ചായത്തിലും സ്വന്തം ഏരിയയിൽ പോലും ജോസ് കെ മാണിക്ക് വലിയ തിരിച്ചടി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഈ ഇലക്ഷൻ വരാൻ പോകുന്നത്, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത്. ഈ ഒരു ഘട്ടത്തിൽ പാലായിൽ ആര് മത്സരിക്കണമെന്ന കാര്യത്തിൽ പാർട്ടിയിൽ തീരുമാനമായിട്ടില്ല എന്നാണ് ജോസ് കെ മാണി പറയുന്നത്. പക്ഷേ ജോസ് കെ മാണിക്ക് പാലായിൽ മത്സരിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ നമുക്ക് വ്യക്തമായ ഉത്തരം നൽകാൻ പറ്റില്ല. കാരണം അവർ രണ്ടഭിപ്രായം നിലവിൽ അവിടെ കേൾക്കുന്നുണ്ട്. ജോസ് കെ മാണിയെ കടുത്തുരുത്തി പോലൊരു സേഫ് ആയിട്ട് സ്ഥലത്തോട്ട് മാറ്റാൻ ഒരു ആലോചന നിലവിൽ നടക്കുന്നുണ്ട്. പക്ഷെ അത് പാർട്ടിയിൽ തീരുമാനമായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ പാർട്ടി ഔദ്യോഗികമായിട്ട് പ്രഖ്യാപനം നടത്തിയിട്ടില്ല. പക്ഷേ റോഷി പറയുന്നത് ജോസ് പാലായിൽ മത്സരിക്കണമെന്നാണ്. അതായത് കഴിഞ്ഞ ദിവസം റോഷി അഗസ്റ്റും പറഞ്ഞൊരു കാര്യമാണ്. അതായത് റോഷി അഗസ്റ്റ് പറഞ്ഞതല്ല അവിടുത്തെ ഒരു വിഷയം. ജോസ് കെ മാണി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൈക്ക് പിടിച്ചു വാങ്ങി പൊതുവേദിയിൽ വെച്ച് സംസാരിക്കുന്നു. അതായത് ജോസ് കെ മാണി പാലായിൽ മത്സരിക്കും, അതായത് പാർട്ടി ചെയർമാൻ അടുത്തിരിക്കും, പാർട്ടി ചെയർമാൻ്റെ നിന്ന് മൈക്ക് തട്ടി എടുത്തിട്ട് റോഷി സംസാരിക്കുന്നു, ജോസ് കെ മാണി പാലായിൽ മത്സരിക്കുമെന്ന് ഒരു ഔദ്യോഗികമായിട്ട് പ്രഖ്യാപനം പോലെ നടത്തുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ചെയർമാനും ഉണ്ട്, മന്ത്രി ഇരിക്കുന്നു, ഒരു പ്രഖ്യാപനം പോലെ നടത്തുകയാണ്. അപ്പം ഈ മൈക്ക് തട്ടി പറിച്ച് മാറ്റി റോഷി സംസാരിക്കുമ്പോൾ പോലും ജോസ് കെ മാണി മൈക്കിങ്ങനെ വാങ്ങാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴും ജോസ് മൈക്ക് കൊടുക്കുന്നില്ല. അത് സ്വാഭാവികമായിട്ടും ഈ പാർട്ടിയിൽ തന്നെ കേരള കോൺഗ്രസ് എമ്മിൽ അതൊരു ഭയങ്കര ഒരു എതിരഭിപ്രായം ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ UDFന്റെ പ്രവേശനം, UDFിലേക്കുള്ള പ്രവേശനം വഴിയടഞ്ഞ സാഹചര്യമൊക്കെ നിൽക്കുകയാണ്. ഈ ഇപ്പോൾ ദീപ് പറഞ്ഞ പോലെ തന്നെ കുറച്ച് നാളുകളായിട്ട് ഇപ്പം കേരള കോൺഗ്രസ് കേൾക്കുന്ന ഒരു ആരോപണമാണ് റോഷി സൂപ്പർ ചെയർമാൻ മെനയുന്നു അല്ലെങ്കിൽ കളിക്കുന്നു എന്നുള്ളൊരു കാര്യം. അത് കുറച്ച് നാളെ ഇന്നോ ഇന്നലെ അല്ല, ഇപ്പോൾ ഒരു 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ കേരള കോൺഗ്രസ് എം LDFന്റെ ഭാഗമായപ്പം തൊട്ട് തന്നെ റോഷി സൂപ്പർ ചെയർമാൻ കളിക്കുന്നു എന്നുള്ളൊരു ആരോപണം അവിടെയുണ്ട്. ചെയർമാനെക്കാളും മുകളിലായി ഒരു ഡോമിനന്റ് നിൽക്കുകയാണ് റോഷി. അങ്ങനെ ഒരു ആരോപണം. അതിന് പല കാരണങ്ങളുണ്ട്. 2021 തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇവരെ പുറത്താക്കുമ്പോൾ കേരള കോൺഗ്രസ് എമ്മിനെ UDFിൽ നിന്ന് പുറത്താക്കി ബെന്നി ബെഹനാനാണ് അത് ഒരു പേപ്പറിൽ ഒരു ചുമ്മാ കുറിപ്പുമായിട്ട് വന്നിട്ട് വിളിച്ച് പറയുന്നത്. ഇവരെ കേരള കോൺഗ്രസ് എമ്മിനെ ജോസ് കെ മാണി വിഭാഗത്തെ UDFിൽ നിന്ന് പുറത്താക്കുന്നു എന്നുള്ള പറയുന്നത്. അന്ന് മുതൽ കേരള കോൺഗ്രസ് എമ്മിന് വേണ്ടി ഒരു മാധ്യമങ്ങളോടക്കം സംസാരിക്കാൻ മുൻപന്തിയിലുണ്ടായിരുന്ന റോഷിയാണ്. പല ഘട്ടങ്ങളിൽ ജോസ് കെ മാണി സംസാരിക്കാൻ പിന്നോട്ട് പോയപ്പോൾ പോലും റോഷി സജീവമായിട്ട് പാർട്ടിക്ക് വേണ്ടി വാദിക്കാനുണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ മുതൽ പാർട്ടിയിൽ ഒരു മുഖമായിട്ട് റോഷി അഗസ്റ്റ് മാറുന്നുണ്ട്. പല ഘട്ടങ്ങളിൽ ജോസ് കെ മാണി പിന്നോട്ട് പോകുമ്പോഴും റോഷി അഗസ്റ്റിന് അവിടെ ഒരു പില്ലർ പോലെ കേരള കോൺഗ്രസിന്റെ മുഖമായിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. ആ ഒരു സാഹചര്യം കണ്ടിട്ടാണ് ഇപ്പൊ പറഞ്ഞ സൂപ്പർ ചെയർമാൻ കളിക്കുന്നു എന്നുള്ളൊരു ആരോപണം റോഷിക്കെതിരെ ഉണ്ടാകാൻ കാരണം. തോമസ് ചാഴികാടനെ പോലുള്ള മുതിർന്ന നേതാക്കളൊക്കെ കേരള കോൺഗ്രസ് എമ്മിലുണ്ട്. അപ്പോൾ അവര് പോലും പ്രതികരിക്കാത്ത പല കാര്യങ്ങളിലും പ്രതികരണം നടത്തുന്നതും സ്റ്റേറ്റ്മെന്റ് ഇറക്കുന്നതും റോഷിയാണ്. അതായത് പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പോലും നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ റോഷി LDFിലും CPM-ഉമായിട്ട് വളരെ അടുപ്പമുണ്ട് ഒരു നേതാവാണ്. ഒരു റോഷി LDF പാലമുണ്ട്. മുഖ്യമന്ത്രി അതെ മുഖ്യമന്ത്രിയായിട്ടും ഇടതുപക്ഷ നേതാക്കളുമായിട്ടും വളരെ അടുത്ത ബന്ധം റോഷിക്കുണ്ട്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട്. ഇപ്പൊ ദീപ് ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ UDFിലേക്കൊരു മടങ്ങിപ്പോക്കിനെ കുറിച്ച് ജോസ് കെ മാണി ആഗ്രഹിച്ചിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഉറപ്പിച്ച് പറയാൻ പറ്റിയില്ലല്ലോ. അതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നിരുന്നു എന്ന് നമുക്ക് ഏറെക്കുറെ ഉറപ്പിക്കാനാവും.
ഒരു വിഭാഗം നേതാക്കൾക്ക് പോകാൻ താല്പര്യം ഉണ്ടായിരുന്നു. അതിൽ ജോസിനും താല്പര്യം ഉണ്ടായിരുന്നാണ് പുറത്തു വന്ന റിപ്പോർട്ടുകളൊക്കെ വ്യക്തമാക്കിയിരുന്നത്. അതെ. അപ്പോൾ ആ ഒരു പോക്കിനെ വിഘാതമായത് റോഷിയുടെ നിലപാടാണെന്നുള്ളത്. റോഷിയും മുഖ്യമന്ത്രി പിണറായി വിജയൻ റോഷിയുമായിട്ട് സംസാരിക്കുകയും ആ റോഷിയുടെ ആ ഇടപെടലിലൂടെയാണ് ആ പോക്ക് തടഞ്ഞതെന്നാണ് പറയുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ റോഷിയെ ഇല്ലാതെ UDF പോയി കഴിഞ്ഞാൽ പാർട്ടി വീണ്ടും സ്പ്ലിറ്റ് രണ്ടാകാനുള്ള ഒരു സാഹചര്യം ജോസ് കെ മാണി മുന്നിൽ കണ്ടിരുന്നു. അക്കാര്യം അടിവര വെക്കുന്നതാണ് ഇടുക്കിയിലെ CPM ജില്ലാ സെക്രട്ടറിയുടെ പരാമർശം. CB വർഗീസ് പറഞ്ഞത് അതൊരു റോഷി എങ്ങനെയും ജയിപ്പിക്കണം, കാരണം റോഷിയാണ് ഇത് തടഞ്ഞത്, അത് നമ്മുടെ CPMന്റെ രാഷ്ട്രീയ വിജയമാണ്, എങ്ങനെയും ഇത്തവണത്തെ വരുന്ന തിരഞ്ഞെടുപ്പിൽ റോഷിയെ ജയിപ്പിക്കേണ്ടത് സഖാക്കളുടെ ഉത്തരവാദിത്വമാണെന്ന് CB വർഗീസ് അത് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പം ആ റോഷി തന്നെയാണ് ആ ഒരു ചരടുവലി, ആ ഒരു അതായത് UDF മടങ്ങിപ്പോക്ക് തടസ്സം നിന്നതെന്നാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. അതെ. അതുപോലെ ഇപ്പൊ ഈ റോഷിക്ക് പാർട്ടി കേരള കോൺഗ്രസ് എമ്മിൽ ഒരു ഭയങ്കര അപ്രമാദിത്യം ഉണ്ട്, ഇല്ലെന്നൊക്കെ പറയാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പാലായിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പരാജയപ്പെട്ട ഘട്ടത്തിൽ ജോസ് കെ മാണിക്ക് രാജ്യസഭാ MP സ്ഥാനം കൊടുക്കുകയാണ് LDF ചെയ്തത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ജോസ് കെ മാണിക്ക് വേറെ ഒരു പദവികളില്ലാതെ ഒരു അവസ്ഥയിലെത്തിയപ്പോൾ MP സ്ഥാനം കൊടുക്കുകയാണ് ചെയ്തത്. 2021 തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണി പാലായി വിജയിച്ചിരുന്നെങ്കിൽ ജോസ് കെ മാണി ആയിരുന്നു ഒരു മന്ത്രിയാകേണ്ടത് കിട്ടേണ്ടത്. പക്ഷെ അന്ന് പരാജയപ്പെട്ടതോടെ റോഷി ഇടുക്കിയിൽ നിന്ന് വിജയിച്ച് കയറുകയും ചെയ്തതോടെ സ്വാഭാവികമായിട്ടും മന്ത്രിസ്ഥാനം കിട്ടിയത് റോഷി കിട്ടി. അതുകൂടാതെ ചീഫ് വിപ്പ് സ്ഥാനം കിട്ടുന്നുണ്ട്, ജയരാജന് കിട്ടുന്നുണ്ട്. അങ്ങനെ എല്ലാവിധ ഒരു പിന്തുണ LDF കിട്ടിയിട്ടുണ്ട്, കേരള കോൺഗ്രസിന് എമ്മിന് കിട്ടിയിട്ടുണ്ട്, എല്ലാവിധ പിന്തുണയും കിട്ടിയിട്ടുണ്ട്. പിന്നിലും MLA-മാരുണ്ട്. റോഷിക്ക് പിന്നിൽ റോഷിക്കൊപ്പം ആളുണ്ട്. അത് ജോസ് കെ മാണിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ജോസ് കെ മാണി പെട്ടെന്ന് ഒരു കാടടച്ച് വെടിവെക്കാത്തത്. ഇപ്പോഴാണെങ്കിൽ നിലവിലത്തെ സാഹചര്യത്തിൽ പോലും റോഷിയെ പിണക്കുന്ന ഒരു രീതിയിലോ ഒന്നുമല്ല, ഒരു സഹോദര തുല്യനാണ് എപ്പോഴും പറയുന്നത്. ഞങ്ങൾ തമ്മിലുള്ള അങ്ങനെയുള്ള ഒരു ബന്ധമുണ്ട്, ആത്മബന്ധമുണ്ട് എന്നാണ് പറയുന്നത്. ആ രീതിയിലാണ് ജോസ് ഇപ്പോഴും സംസാരിക്കുന്നത്. കാരണം റോഷിയെ പിണക്കാൻ ഇപ്പോഴും പറ്റുന്നില്ല. കാരണം ഇപ്പം തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. പക്ഷെ ഇപ്പോഴും UDF പ്രതീക്ഷിക്കുന്നുണ്ട്, അവസരം ഉണ്ടെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ഇടയ്ക്ക് ആ ചർച്ചകളൊന്നും മുടങ്ങിയിരുന്നു. ഒരു 1.5 മാസം മുമ്പ് തന്നെ റോഷി ശക്തമായ നിലപാടെടുത്തപ്പം ഒരു UDF കേരള കോൺഗ്രസ് വരുമെന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നത് പെട്ടെന്ന് റോഷിയുടെ നിലപാടിന്റെ ബലത്തിൽ അത് ഇല്ലാതായി പോയിരുന്നു. അപ്പം പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നുണ്ട് വിസ്മയങ്ങൾ ഇനിയും തുടരുമെന്ന്. അതെ. പക്ഷെ ഇപ്പോഴും ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ടൊരു പ്രതീക്ഷ സാധ്യതയുണ്ടെന്ന് UDF പറയുന്നു. പക്ഷെ അപ്പോഴും ഇവിടെ റോഷി അഗസ്റ്റിൻ ഇങ്ങനെ ഒരു വിലങ്ങുതടിയായിട്ട് ശക്തമായ നിലപാടുമായിട്ട് മുമ്പോട്ട് പോവുകയാണ്. അപ്പം ജിബിനി, നമ്മളിപ്പോൾ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലെ കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ 12 സീറ്റുകളിലാണ് കേരള കോൺഗ്രസ് എം LDF നൽകിയത്. 12 സീറ്റുകളായിരുന്നു. അപ്പോൾ ഇത്തവണ അവർ 12 സീറ്റ് തന്നെ മത്സരിക്കും. നമ്മൾ ആ കാര്യങ്ങളിലേക്ക് ഒന്ന് പോവുകയാണെങ്കിൽ കഴിഞ്ഞ തവണ 2020 മത്സരിച്ച സീറ്റുകൾ ആദ്യം ഒന്ന് പറയുകയാണെങ്കിൽ ചങ്ങനാശ്ശേരി മത്സരിച്ചു, ഇടുക്കി, കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാറ്, റാന്നി, ചാലക്കുടി, ഇരിക്കൂർ, കടുത്തുരുത്തി, പാല, പെരുമ്പാവൂർ, പിറവം, തൊടുപുഴ ഇത്രയും സീറ്റുകളിലായിരുന്നു കഴിഞ്ഞ തവണ 2021 കേരള കോൺഗ്രസ് എം മത്സരിച്ചത്. ഇത്തവണ കുറഞ്ഞത് മിനിമം 12 സീറ്റുകളിൽ മത്സരിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അതിൽ കൂടുതൽ സീറ്റ് കിട്ടാൻ LDF-മായി ബാർഗെയിൻ ചെയ്യുമെന്നും ജോസ് കെ മാണി വ്യക്തമായിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ തവണ നമ്മൾ ജയിച്ച മണ്ഡലങ്ങൾ എന്ന് പറഞ്ഞാൽ ചങ്ങനാശ്ശേരി, ഇടുക്കി, കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാറ്, റാന്നി. അതിൽ പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ലീഡ് കിട്ടിയിരിക്കുന്നത് പൂഞ്ഞാറിലാണ്. അത് പൂഞ്ഞാറിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ ആ സമയത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കേരള കോൺഗ്രസിന് ഗുണമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം 16,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് സെബാസ്റ്റ്യൻ കുളത്തെങ്കിൽ പൂഞ്ഞാറിൽ നിന്ന് ജയിച്ചു കയറുന്നത്. അപ്പം നമ്മളിപ്പോൾ പാലയിലെ കാര്യം നോക്കുവാണെങ്കിൽ തന്നെ 15,000 വോട്ടുകൾക്കാണ് മാണി സി കാപ്പൻ പാലായി ജയിച്ചത്. അതപ്പം കടുത്തുരുത്തിലാണെങ്കിൽ 4,000 വോട്ട് മാത്രമേ 4,000 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമേ മോൻസ് ജോസഫിന് ഉണ്ടായിരുന്നുള്ളൂ. ഇതൊക്കെ കേരള കോൺഗ്രസിന് തട്ടകങ്ങളായിരുന്നു. പക്ഷേ ഇതെല്ലാം നഷ്ടപ്പെട്ടു. ഏറ്റവും കൂടുതൽ നിലവിൽ ജയിച്ച മണ്ഡലങ്ങളിൽ ചങ്ങനാശ്ശേരി, ഇടുക്കി, കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ, റാന്നി ഇതിൽ ജയിച്ച മണ്ഡലങ്ങളിൽ ഏറ്റവും കൂടുതൽ ലീഡുള്ളത് പൂഞ്ഞാറാണ്. അപ്പോൾ ഇതാണ് അന്നത്തെ ഒരു സാഹചര്യം. ഇപ്പം നിലവിൽ ഈ 12 സീറ്റുകളിൽ മേൽപ്പറഞ്ഞ 12 സീറ്റുകളിലും മത്സരിക്കാനാണ് കേരള കോൺഗ്രസിന്റെ തീരുമാനം. കൂടുതൽ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ മത്സരിക്കുന്നു ജോസ് കെ മാണി പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം കഴിഞ്ഞ നമുക്കറിയാം ഈ UDF പ്രവേശനത്തിന്റെ ഒരു തിരി തെളിയുന്ന അല്ലെ ഒരു വഴി ഒരുക്കി തുടങ്ങുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലമാണ്. കാരണം പാലായിൽ കേരള കോൺഗ്രസിന്റെ കയ്യിലുണ്ടായിരുന്ന പാലാ നഗരസഭ പോയതോടെയാണ് ഒരു വലിയൊരു പുനർവിചിന്തനം ഇവർക്കിടയിൽ ഉണ്ടാകുന്നത്. അപ്പം നമുക്ക് ഏകദേശം ഇപ്പൊ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം നോക്കുക. അതിൽ കേരള കോൺഗ്രസ് മുന്നിലെത്തിയ കേരള കോൺഗ്രസിന്റെ മണ്ഡലങ്ങളുണ്ടല്ലോ, ഈ ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാറൊക്കെ നോക്കുമ്പോൾ ആ മണ്ഡലങ്ങളിലൊക്കെ ഏത് പാർട്ടിയാണ് ആ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വെച്ച് ഏത് മുന്നണിയാണ്
എങ്ങനെയാണ് മുന്നിലെത്തിയെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ ഒരു കണക്കെത്തുമ്പോഴാണ് കേരള കോൺഗ്രസിന്റെ വീണ്ടും ഒരു ആശങ്ക സൃഷ്ടിക്കുന്ന ഒരു ഫലമായിരുന്നു ആ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം. അതിനകത്ത് ചങ്ങനാശ്ശേരി എടുക്കുവാണെങ്കിൽ UDF-നായിരുന്നു മേൽക്കൈ ഉണ്ടായിരുന്നത്. ഏകദേശം 46,000 വോട്ടുകളാണ് ചങ്ങനാശ്ശേരി, അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ കിട്ടിയ ആ ഫലം ഒരു നിയമസഭയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്കും കിട്ടിയ വോട്ട് എന്ന് പറയുന്നത് 46,000 വോട്ടുകൾ ചങ്ങനാശ്ശേരി മണ്ഡലത്തിൽ UDF-ന് കിട്ടിയിട്ടുണ്ട്. അവിടെ 2ാം സ്ഥാനത്തായിരുന്നു കേരള കോൺഗ്രസ് ഉൾപ്പെടുന്ന LDF മുന്നണി. അപ്പോൾ അവിടെ LDF-ന് 45,000 വോട്ടുകളെ കിട്ടിയിട്ടുള്ളൂ. ഇടുക്കി നോക്കുകയാണെങ്കിൽ യോഷിയാഗസിന്റെ മണ്ഡലമാണ് ഇടുക്കി. ചങ്ങനാശ്ശേരി എന്ന് പറയുന്നത് ജോബ് മൈക്കിളാണ്. ഇടുക്കി നോക്കുകയാണെങ്കിൽ UDF-നാണ് 65,000 വോട്ടിന്റെ ഭൂരിപക്ഷം UDF-ന് അവിടെ ഉണ്ട്. ആ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത്രയും വോട്ടുകൾ അവിടെ ഭൂരിപക്ഷമല്ല, അത്രയും വോട്ടുകൾ അവിടെ കിട്ടിയിട്ടുണ്ട് UDF-ന്. 50,000 വോട്ട് മാത്രമേ അവിടെ LDF-ന് കിട്ടിയിട്ടുള്ളൂ. അതോടൊപ്പം അപ്പോൾ ആ സാഹചര്യത്തിൽ CV വർഗീസിന്റെ പരാമർശം കൂടെ നമ്മൾ എടുത്തു നോക്കണേ. എങ്ങനെയെങ്കിലും സഖാക്കൾ റോഷിയെ ജയിപ്പിക്കണം എന്നാണ് CV വർഗീസ് പറഞ്ഞേക്കുന്നത്. അപ്പം അത്ര ഇച്ചിരി പാടായിരിക്കും. ഈ ഫലം ആവർത്തിക്കുകയാണെങ്കിൽ ഇടുക്കി വരെ നഷ്ടപ്പെടാൻ സാധ്യത കൂടുതലാണ്. നമുക്ക് പറയാൻ പറ്റത്തില്ല എന്താണ് രാഷ്ട്രീയമാണ്, ഒരു തീപ്പരി മതി കലങ്ങി മറിയാന്ന് പറയുന്ന പോലെ അത് നമുക്ക് പറയാൻ പറ്റില്ല. എന്തായിരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിലെയാണോ ഫലം ആവർത്തിക്കുമെന്ന് നമുക്ക് കണ്ടറിയണം. ഇനി അടുത്ത മണ്ഡലം നോക്കുകയാണെങ്കിൽ കാഞ്ഞിരപ്പള്ളിയാണ്. കാഞ്ഞിരപ്പള്ളിയിൽ LDF-ന് കാഞ്ഞിരപ്പള്ളി മണ്ഡലമാണ് ഏറ്റവും സുരക്ഷിതമായിട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വ്യക്തമാകുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ LDF-ന് 56,000 വോട്ടിന്റെ വോട്ടുകൾ അവിടെ കിട്ടിയിട്ടുണ്ട്. മറ്റൊരു മണ്ഡലത്തിലും ഈ കേരള കോൺഗ്രസിന്റെ കയ്യിലുള്ള 5 മണ്ഡലങ്ങളിൽ കാഞ്ഞിരപ്പള്ളി മാത്രമാണ് LDF-ന് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വെച്ച് മേൽക്കൈ നേടാൻ സാധിച്ചിരിക്കുന്നത്. അതോടൊപ്പം കാഞ്ഞിരപ്പള്ളിയിലെ കാര്യം പറയുകയാണെങ്കിൽ LDF-ന് 56,000 വോട്ടുകൾ അവിടെ ഉണ്ട്. UDF-ന് 50,000 വോട്ടുകളാണ് ആ ഒരു ഫലം വെച്ച് നോക്കുമ്പോൾ കിട്ടിയിരിക്കുന്നത്. പൂഞ്ഞാറിലാണെങ്കിലും UDF-നാണ് കിട്ടിയിരിക്കുന്നത് മേൽക്കൈയുള്ളത്. 55,000 വോട്ടുകളാണ് പൂഞ്ഞാറിൽ UDF-ന് കിട്ടിയത്. LDF-ന് 50,000 വോട്ടുകൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇനി അടുത്ത് റാന്നിയിലെ കാര്യങ്ങൾ പോവുകയാണെങ്കിൽ പ്രമോദ് നാരായണൻ അവിടെ വിജയിച്ചത്. അവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF-നാണ് മേൽക്കൈ ഉണ്ടായത്. 51,000 വോട്ടാണ് ആ മണ്ഡലത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് UDF പിടിച്ചെടുത്തത്. അതോടൊപ്പം രണ്ടാമതാണ് 40,000 വോട്ട് മാത്രമേ 40,000 പ്ലസ് വോട്ട് മാത്രമേ LDF-ന് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് നിലവിലെ തദ്ദേശ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട സാഹചര്യം നോക്കുമ്പോൾ അതായത് ഉണ്ടാകുന്നത്. അതോടൊപ്പം നമ്മൾ ഈ റാന്നി, പൂഞ്ഞാറ്, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി മണ്ഡലങ്ങളിലൊക്കെ ഏകദേശം 20,000 പ്ലസ് വോട്ട് NDA-ക്ക് അവിടെ ഉണ്ട്. അപ്പം NDA നിർണായക മണ്ഡലങ്ങളാണ് ഇവയും. അപ്പം ഇത്തവണ ഒരു പക്ഷേ അവർക്ക് കൂടുതൽ വോട്ട് പിടിക്കാൻ പറ്റിയാൽ ഈ മണ്ഡലങ്ങൾ ജയിച്ച മണ്ഡലങ്ങളിൽ ഇവർക്കും വെല്ലുവിളിയാകും. അതോടൊപ്പം തന്നെ നമുക്ക് പാലായിലെയും കടുത്തുരുത്തിലെയും കൂടെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വെച്ച് നോക്കുവാണെങ്കിൽ പാലായിലെ ഈ LDF-നാണ് മേൽക്കൈ. കാരണം അവിടെ 54,000 വോട്ട് പാലായിലുണ്ട്. അപ്പം അവിടുത്തെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ഇത്രയും മേൽക്കൈ കിട്ടിയിട്ടും അവർക്ക് നഗരസഭ ഭരണം നഷ്ടമില്ല. സ്വതന്ത്രരുടെ പിന്തുണയോടെ അവർ ഭരണം പിടിച്ചു. രണ്ടാമതാണ് അവിടെ UDF വന്നേക്കുന്നത്. കടുത്തുരുത്തിലെ UDF-ആണ് അവിടെ മേൽക്കൈ കിട്ടിയിരിക്കുന്നത്. 55,000 വോട്ട് അവിടെ കടുത്തുരുത്തിലുണ്ട്. രണ്ടാമതാണ് 53,000 വോട്ടുള്ള LDF വന്നിരിക്കുന്നത്. ഇതാണ് നിലവിലെ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സാഹചര്യം. ഇപ്പൊ ദീപു തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലം വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം ആണിപ്പോ കേരള കോൺഗ്രസ് എമ്മിനെ ആശങ്കപ്പെടുന്ന കാര്യം. ഇപ്പം നമ്മൾ പാലായിലെ കാര്യമാണ് നമ്മൾ പറഞ്ഞു. പാലായിലെ കാര്യത്തിലാണ് ഇപ്പം ജോസും റോഷിയും തമ്മിൽ 2 തട്ടിലുള്ളത്. ഇപ്പൊ ഇതിനകത്ത് വേറൊരു ഫോർമുല ആയിട്ട് ഉയർന്നു വരുന്ന പേരെന്ന് പറയുന്നത് നിഷ ജോസ് കെ മാണിയുടെ പേരാണ്. അതായത് നമ്മൾ സിറ്റിംഗ് MLA-മാര് മത്സരിക്കേണ്ട എന്നൊരു വാദം കൂടി ഇവിടെ നടക്കുന്നുണ്ട്. അതാണ് പറഞ്ഞത് ജോസ് പറയുന്നത്. തീരുമാനമായിട്ടില്ല. പക്ഷെ അങ്ങനെ ഒരു കാര്യം മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നിഷ പാലായിൽ മത്സരിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ജയിച്ചേക്കാമെന്നൊരു സാഹചര്യം ഉണ്ട്. പക്ഷെ ജോസ് കെ മാണിക്ക് ഇപ്പോഴും പാലായിൽ മത്സരിച്ചാൽ ജയിക്കാൻ പറ്റുമോ എന്നൊരു ആശങ്ക നിലവിലുണ്ട്. പക്ഷെ നിഷയ്ക്ക് മത്സരിച്ചു കഴിഞ്ഞാൽ ജയസാധ്യത കൂടുതലുണ്ട്. അപ്പോൾ നിഷ പാലായിൽ മത്സരിക്കുകയും ജോസ് കെ മാണി കടുത്തുരുത്തിലേക്ക് മാറ്റുകയും ചെയ്തു കഴിഞ്ഞാൽ 2ഇടത്തും വിജയ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. അപ്പോഴും റോഷിക്ക് സ്വാഭാവികമായിട്ടും ഇടുക്കിയിൽ മത്സരിക്കാവുന്നതാണ്. പക്ഷെ റോഷി എനിക്ക് തോന്നുന്നു നിലവിലത്തെ സാഹചര്യത്തിൽ റോഷി ഒരു ജയിക്കാനുള്ള സാധ്യതകളുണ്ട്. നിലവിലത്തെ സാഹചര്യത്തിൽ നമ്മൾ പറഞ്ഞല്ലോ നോക്കിയാലും പക്ഷേ അവിടുത്തെ ഇടുക്കിയിലെ ജില്ലാ CPM-ന്റെ നിലപാടൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും റോഷിക്ക് ഒരു പിന്തുണ കിട്ടും. പിന്നെ ഇപ്പം മന്ത്രിയായ നിലയിലും മോശം പ്രവർത്തനമൊന്നുമല്ല. റോഷിയുടെ നല്ല ഒരു പ്രവർത്തനമൊക്കെ കാഴ്ചവെച്ച നേതാവാണ്. അതുപോലെ തന്നെ ഒരു വിഭാഗം ആൾക്കാരൊക്കെ കേരള കോൺഗ്രസ് എമ്മിലെ ഒരു വിഭാഗം ആളുകൾ, നല്ലൊരു വിഭാഗം ആളുകൾ റോഷിയെ പിന്തുണയ്ക്കുന്നുണ്ട് എന്നുള്ള കാര്യമുണ്ട്. അത്രയും പിന്തുണ ജോസ് കെ മാണിക്ക് പലയിടത്തു നിന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പാലായിന്ന് പോലും. കാരണം കേരള കോൺഗ്രസ് എമ്മിന്റെ ഹൃദയഭൂമിയാണ് പാല. പക്ഷെ അവിടുന്ന് പോലും ജോസ് കെ മാണിക്ക് വലിയൊരു പിന്തുണ പല ഘട്ടങ്ങളിലും കിട്ടുന്നില്ല.
അങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും വിജയിക്കുമായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു അനുകൂലം ഒരു തരംഗം ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു. അതൊന്നും സാധിച്ചിട്ടില്ല. അപ്പം ജോസ് കെ മാണിക്ക് സേഫ് ആകണം എന്നൊരു കാര്യമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്നും പോയി രാജ്യസഭാ MP ആയിട്ട് അവിടെ പോയി ഡൽഹിയിൽ പോയി നിൽക്കാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല. കേരള രാഷ്ട്രീയത്തിൽ സജീവമാണ്, പാലായിൽ സജീവമാണ്, പാലായിൽ നിന്ന് തന്നെ പ്രവർത്തിക്കണം, കേരള കോൺഗ്രസിന്റെ നിലവിൽ നാഥനായിട്ട് തന്നെ മുമ്പോട്ട് പോകണം, മന്ത്രിസ്ഥാനത്തേക്ക് എത്തണം. അങ്ങനെ കുറച്ച് താല്പര്യങ്ങൾ ജോസ് കെ മാണിക്കുണ്ട്. അങ്ങനെ ഒരു താല്പര്യം മുമ്പിലുള്ളപ്പം ജയിക്കണം. അത് കുറഞ്ഞൊന്നുമില്ല. അതിനിപ്പോൾ സേഫ് ആയിട്ടൊരു സ്ഥലം വേണം. പക്ഷെ പാലായിൽ തന്നെ മത്സരിച്ചില്ല, അവിടുന്ന് മാറി വേറൊരിടത്ത് പോയി മത്സരിക്കുക എന്ന് പറയുമ്പോൾ അതൊരു നാണക്കേട് അവിടെയുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങളായിട്ട് KM മാണി മത്സരിച്ച് പരാജയം അറിയാതെ മത്സരിച്ച് ജയിച്ചൊരു മണ്ഡലമാണ്. അവിടെ മകൻ വന്നിട്ട് 2 തെരഞ്ഞെടുപ്പിലും തുടർച്ചയായിട്ട് പരാജയപ്പെടുന്നു എന്നുള്ളൊരു സാഹചര്യം വരുന്ന കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ച്, ആ പാർട്ടിയെ സംബന്ധിച്ചൊരു തിരിച്ചടിയാണ്. പക്ഷെ ആ തിരിച്ചടിക്കൊപ്പം ജോസ് കെ മാണിയുടെ ഒരു താല്പര്യം എന്ന് പറഞ്ഞാൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാണെങ്കിൽ തനിക്ക് ഇവിടെ ജയിക്കണമെന്ന് വളരെ തോന്നലുമുണ്ട്. പക്ഷെ അതാണ് ഇവിടെ കേരള കോൺഗ്രസിന്റെ എമ്മിനെ ആശങ്കപ്പെടുത്തുന്ന കാര്യവും. അതെ ജിബിൻ, ഇനിയിപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കാൻ ഇനിയിപ്പം മാസങ്ങളേ ഉള്ളൂ, മാസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം ഭാവിയിൽ ഇനിയിപ്പോൾ കേരള കോൺഗ്രസിലെ ആഭ്യന്തര വിഷയങ്ങൾ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് കടക്കുമോ അതോ കെട്ടടങ്ങുമോ നമുക്ക് ഇനിയിപ്പം കണ്ടറിയാം. വരും ദിവസങ്ങളിൽ ഏറെക്കുറെ ചിത്രം വ്യക്തമാകും. അതെ. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം, എല്ലാം ഇനി സമയത്തിൽ.